അപ്പോൾ വീഡിയോ സ്കിപ്പ് ആവാണ്ട് കണ്ടോ. ഇന്നാണ് പെസഹ വ്യാഴം, അതായത് നമ്മൾ പെസഹ അപ്പം നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. തൃശ്ശൂർ ഭാഗത്തുള്ളവർ ഇതുപോലത്തെ ഒരു ഐറ്റം മുമ്പ് നമ്മളവിടെ വീട്ടിൽ ചെയ്യാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പുളിപ്പില്ലാത്ത ഒരു പെസഹപ്പം റെഡി ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഒരു 4 അപ്പം നമുക്ക് ഉണ്ടാക്കാണ്ട്. സോ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നേരെ പള്ളിയിലേക്ക് പോകണം. സോ നമ്മൾ പള്ളിയിലേക്ക് പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അയൽക്കാരുണ്ട്, അതായത് ഷാജിമോൻ ചേട്ടനും കുടുംബവും, അവരുടെ കൂടെയാണ് നമ്മളിന്ന് ചർച്ചിൽ പോകുന്നത്. അപ്പോൾ അവർ വീടിന്റെ പുറത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ക്രൂഫിയോടൊക്കെ പായി പറഞ്ഞിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകട്ടെ. വിചാരിച്ച പോലെ ഗോസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പള്ളിയിൽ എത്തിച്ചേരുന്നു വിചാരിക്കുന്നു. ഇവിടുത്തെ മലയാളം കുർബാന സാധാരണ പെസഹ വ്യാഴ്ചത്തെ നമ്മൾ ഈവനിങ് ആണ് നടത്താറ്. സോ എല്ലാവർക്കും വരാനും പങ്കുകൊള്ളാനൊക്കെ ഏറ്റവും നല്ലത് ഈവനിങ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കേട്ടോ. അപ്പൊ പുളിപ്പില്ലാത്ത അപ്പവും പാലും കാര്യങ്ങളൊക്കെ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പള്ളിയിലെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 6:30 നമ്മൾ കുർബാന തുടങ്ങും. അപ്പൊ നമ്മുടെ ജോസഫ് അച്ഛൻ എത്തിയിട്ടുണ്ട്. സോ ഇനി നമ്മളെന്ന് പറഞ്ഞ കുർബാന എത്രയും പെട്ടെന്ന് നമ്മൾ തുടങ്ങും. ഇനി കുറച്ച് പേര് വരാനുണ്ട്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഞാൻ പറയണത് നിങ്ങൾക്ക് അറിയാലോ, അതായത് കാലികൾ ശുശ്രൂഷയും പിന്നെ അതുപോലെ കുർബാന സ്ഥാപിതമായ ദിവസം കൂടിയാണെന്ന്. പിന്നെ കൂടാതെ തന്നെ നമ്മള് പാലും അപ്പവും നമ്മളെല്ലാവരും പള്ളി ചർച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവർക്കും മുറിച്ച് വിതരണം ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ദിവസത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കുർബാന സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുർബാന സ്വീകരണമാണ് നിങ്ങളിപ്പോൾ നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിനുശേഷം നമ്മൾ പെസഹ അപ്പവും പാലും നമ്മൾ ആശീർവദിച്ചതിന് ശേഷം എല്ലാവരും അവിടെ വെച്ച് തന്നെ കഴിക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ നമ്മൾ ക്രിസ്ത്യൻസ് മാത്രമല്ല മറ്റു മതസ്ഥരുണ്ടായിരിക്കും. സോ അവർക്ക് ഇതിൻ്റെതായിട്ടുള്ള ആശയങ്ങളോ അല്ലെങ്കിൽ ഇത് എന്താണ് ഇവിടെ നടക്കണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമായിരിക്കില്ല. സോ അതാണ് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. സോ എല്ലാവരോടും ഗുഡ് ബൈ, സൈനിങ് ഓഫ് ഇൻഡോ നൈജ.